ഹായ് ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ഷഫ് ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ചെടികളൊക്കെ ഒന്ന് മാറ്റി നടാം. റോസ് പ്ലാന്റ്സ് മാത്രമാണ് ഇന്ന് മാറ്റി നടാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കിയുള്ളത് പിച്ചിയൊക്കെ വന്നിട്ട് മേളിലിരിക്കുന്ന പിച്ചിയുടെ കൂടെ തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിന് മുമ്പൊക്കെ റോസ് പ്ലാന്റ്സ് മാറ്റി നട്ടപ്പം കുറേ മണ്ണ് മാറ്റാതെ നട്ടിട്ടുണ്ട്, എല്ലാ മണ്ണും മാറ്റി നട്ടിട്ടുണ്ട്. അങ്ങനെ പല രീതിയിൽ നമ്മൾ നട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വ്യത്യസ്തമായ, അതായത് കുറേ പേര് ചെയ്യുന്ന രീതിയിൽ എന്തൊക്കെ കറക്റ്റ് അളവിൽ ചേർക്കണം, കറക്റ്റ് ഈ ചെടി വാഴാതിരിക്കാനും കരിയാതിരിക്കാനും ഒക്കെ എന്ത് യൂസ് ചെയ്യണം, അതൊക്കെ നോക്കിയിട്ടാണ് ഇപ്രാവശ്യം ഞാൻ നടുന്നത്. ഓൾറെഡി നമ്മുടെ റോസ് പ്ലാന്റ് ഇരുന്ന കരിഞ്ഞു പോയ റോസ് പ്ലാന്റ്സിൻ്റെ പോട്ട്സ് ഞാൻ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിലുള്ള മണ്ണ് മാറ്റിയിട്ട് 2 റോസ് ഇതിൽ തന്നെ നമുക്ക് നട്ടു കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ റോസിൻ്റെ എല്ലാ കവറും കട്ട് ചെയ്ത് മാറ്റി ഇതിൻ്റെ മണ്ണ് മുഴുവൻ മാറ്റണം. അപ്പോൾ നമ്മൾ അല്ലാതെ മണ്ണ് മുഴുവൻ എടുക്കാൻ എങ്ങനെ നോക്കിയാലും ഫുള്ളായിട്ട് വരില്ല. അപ്പോൾ ഞാൻ കരുതി ഈ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് അതിലങ്ങ് മുക്കി വെക്കാമെന്ന്. അങ്ങനെ അതങ്ങ് മുക്കി വെക്കുമ്പോഴത്തേക്കും നന്നായിട്ട് ഈ മണ്ണ് നല്ല കുതിർന്ന് വരും. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കുതിർത്തി എടുക്കുന്നത്. ഫസ്റ്റ് ഒരു പേടിയെ കൊണ്ടുവരുന്നത് എങ്ങനെ വരുന്ന നമുക്കറിയില്ലല്ലോ. ഓരോരുത്തരും ചെയ്യുന്നത് കണ്ടിട്ടെങ്കിലും നമ്മൾ ചെയ്യുമ്പം നമുക്കൊരു ടെൻഷനൊക്കെ കാണൂലേ. എങ്കിലും കുഴപ്പമില്ല എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാത്തിൻ്റെയും കവർ കീറിയിട്ട് ഈ ബക്കറ്റിലോട്ട് വെച്ച് കൊടുത്തു. അപ്പം മുമ്പത്തെ പ്ലാന്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമ്മൾ ഈ 125 രൂപയുടെ പ്ലാന്റ്സ് ഒക്കെയാണ് വാങ്ങിക്കുന്നത്. അപ്പം കുറച്ചും കൂടെ കനമുള്ള മണ്ണായിരിക്കും. അതിൽ ഇത്രയൊന്നും വേര് അകത്തിരിക്കുന്നേ ഉള്ളൂ, വേരൊന്നും പുറത്ത് കാണാൻ പറ്റില്ല. പക്ഷെ ഇതിലെല്ലാം വെളിയിലോട്ട് എടുത്തപ്പം വേരൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റോസ് പ്ലാന്റ്സ് കുതിർത്ത് വെക്കുന്ന സമയം കൊണ്ട് ഞാൻ വേറൊരു സംഭവം കാണിച്ചു തരാം. ഇതാണ് സൂഡോമോണസ്. സൂഡോമോണസ് എന്ന് പറയുന്നത് ഒരു സൂക്ഷ്മ ജീവാണുവാണ്. നമ്മളെ ഈ മണ്ണിൽ ഉള്ള രോഗങ്ങൾക്കും മണ്ണിൽ നിന്നും വേരിലേക്ക് പടരുന്ന രോഗങ്ങളും ഇലകളിലുണ്ടാകുന്ന വാടൽ, കരിച്ചിൽ, അങ്ങനെയുള്ള എല്ലാ രോഗങ്ങൾക്കും ഇത് നല്ലൊരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ചെടിക്കടയിൽ പോയി അത് ചോദിച്ചപ്പോഴും അവരും അത് തന്നെയാണ് പറഞ്ഞത്, ഇത് നല്ലതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ 2 രീതിയിൽ ചെയ്യുന്നത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ റോസ് പ്ലാന്റ്സ് നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഞാൻ വാങ്ങിച്ച ചാണകത്തിൻ്റെയും ചകിരിച്ചോറിൻ്റെയും ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് ഞാൻ ചാണകപ്പൊടിയെന്ന് കരുതി വാങ്ങിച്ചതാണ്. പക്ഷേ അതിൽ തന്നെ ചകിരിച്ചോറിൻ്റെ മിക്സറും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ചകിരിച്ചോറ് ഇടേണ്ട ആവശ്യമില്ല. പിന്നെ ഉള്ളത് അന്ന് നമ്മൾ ചുടുകല്ല് പൊടിച്ചതിൻ്റെ ഒരു പൊടി ഉണ്ടായിരുന്നു. അതും നമ്മുടെ മുട്ടത്തോട് പൊടിച്ച ഒരു പൊടിയും അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലെയറായിട്ട്, അതായത് ഈ ചെടി നടുന്നതിന് മുമ്പായിട്ട് അടിയിലൊരു ലെയറായിട്ട് ഞാൻ ഇതാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കുറച്ചൊരു ഭാഗത്തോളം അത്രേ ഇടുള്ളൂ. അപ്പോൾ ആദ്യം ടിഷ്യൂ പേപ്പർ ഇട്ടിട്ടാണ് ഞാൻ ഇതിട്ട് കൊടുക്കുന്നത്. കാരണം മണ്ണ് അടിയിൽ കൂടെ ഹോളിൽ കൂടെ വെളിയിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇത് നിറച്ചതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് മണ്ണ് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സൂഡോമോണസ് ആഡ് ചെയ്യാം. ഇത് സെക്കൻഡ് സ്റ്റെപ്പാണ്. ഇതിലാണ് ഞാൻ സൂഡോമോണസ് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ മണ്ണിൽ ഇത് ചേർക്കുന്നതിൻ്റെ ഗുണമെന്ന് പറയുന്നത്, പുതിയതായിട്ടൊരു ചെടി നടുമ്പോൾ ഈ മണ്ണിൽ നിന്നുണ്ടാവുന്ന രോഗങ്ങൾ അതെല്ലാം ചെടിയിലേക്ക് പകരുന്ന രോഗങ്ങളെല്ലാം ഈ സൂക്ഷ്മാണു തടയും. ഇത് നമ്മുടെ വേരിൻ്റെ ഭാഗം മുതൽ ഒരു ചെടിയുടെ അറ്റം വരെ ഇത് പ്രവർത്തിക്കും. ഈ സൂക്ഷ്മജീവി പ്രവർത്തിച്ച് ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റായിട്ടും വളരാൻ സഹായിക്കും. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ വെള്ളത്തിലിരിക്കുന്ന ചെടിയെ എടുത്ത് അതിൻ്റെ വേരിന് ഇളക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് എടുക്കുന്ന സമയത്ത് വേരിന്ന് മൊത്തം ചെളിയും പോയിട്ടുണ്ടാവില്ല. അത് നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ വെച്ച് തന്നെ നന്നായിട്ട് കഴുകി എടുക്കുമ്പോൾ എടുക്കണം. അത് പതുക്കെ ചെയ്യേണ്ട കാര്യമാണ്. വേര് പൊട്ടാതെ എടുക്കണം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല രീതിയിൽ ഇതിൻ്റെ വേരിന്ന് മണ്ണ് ഇളവി പോയിട്ടുണ്ട്. ഇതേ സെയിം രീതിയിൽ തന്നെ നമുക്ക് നാടൻ റോസും ഇളക്കി വെള്ളത്തിൽ കുതിർക്കാൻ വെക്കാം. അപ്പോൾ അതും കൂടെ ശരിയായതിനു ശേഷം നമുക്ക് എല്ലാ ചെടിച്ചട്ടിയിലും ഇത് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ്റെ മണ്ണ് ഞാൻ കളഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ ബക്കറ്റിൽ കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. 1 ലിറ്റർ അടുപ്പിച്ചുള്ള വെള്ളം ആഡ് ചെയ്തിട്ട് അതിൽ 20 ഗ്രാമിൻ്റെ സൂഡോമോണസ് വീണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ കലക്കിയ വെള്ളത്തിൽ നമ്മുടെ ഈ വേരൊക്കെ ഇല്ലേ അതൊക്കെ മുക്കി വെക്കത്തക്ക രീതിയിൽ ഈ പ്ലാന്റ്സിനെ ഇറക്കി വെക്കും. അപ്പോൾ ആ വേരിൽ നല്ലൊരു അതിലുണ്ടാവുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനത്തുള്ള എല്ലാ കാര്യത്തിനും ഇതും ഹെൽപ്പ് ചെയ്യും. അപ്പം നമ്മൾ ഏത് ചെടി മാറ്റി നടുവാണെങ്കിലും ഇതുപോലെ നമ്മൾ സൂഡോമോണസ് കലക്കിയ വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് മുക്കി വെച്ചതിന് ശേഷം ഒരു 15 മിനിറ്റൊക്കെ മുക്കി വെച്ചതിന് ശേഷം എടുത്ത് നടുകയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റ്സും എടുത്ത് നമ്മുടെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള ആ ഒരു പ്രോട്ടീൻ ഇട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നമുക്ക് മണ്ണ് തികയാതെ വരുമ്പോൾ ഞാൻ വീണ്ടും മിക്സ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്. കാരണം 4 പ്ലാന്റ് അല്ലേ വെക്കുന്നത്. നമ്മൾ ഈ സൂഡോമോണസ് എടുത്തതിന് ശേഷം എപ്പോഴും നന്നായിട്ട് അടച്ച് സൂക്ഷിക്കുക. അതിൻ്റെ അകത്തുള്ള സൂക്ഷ്മാണുക്കൾ ഇല്ലെങ്കിൽ അപ്പം തന്നെ അത് ഇല്ലാതായി പോവും. തുറന്ന് വെക്കുകയാണെങ്കിൽ എയറുമായിട്ട് കണക്ഷൻ വരുമ്പോൾ അതില്ലാതായി പോകും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും അടച്ചുറപ്പുള്ള രീതിയിൽ തന്നെ അതിനെ സൂക്ഷിക്കുക. ഇപ്പോൾ ഈ നാടൻ റോസിൻ്റെ കമ്പുകൾ മാത്രമേ ഞാൻ വെട്ടി വിടുന്നുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ 2-3 മൊട്ടും പൂവൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതൊന്നും പെട്ടെന്ന് കട്ട് ചെയ്ത് കളയുന്നില്ല. അതിൻ്റെ പൂവിൻ്റെ വലിപ്പമൊക്കെ എനിക്ക് കാണണം എന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സൂഡോമോണസ് മുക്കി വെച്ചിരുന്ന ബാക്കി വെള്ളം ആ കറിവേപ്പിലയും അതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. 10 ദിവസം 20 ദിവസം കൂടുമ്പോഴൊക്കെ ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതോ അല്ലെങ്കിൽ ആ മണ്ണിൽ ഇട്ട് കൊടുക്കുന്നതൊക്കെ നല്ലതാണ്. അതുപോലെ നമ്മൾ 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ ലീഫിലും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ്. അതുപോലെ പ്രത്യേകിച്ച് ഇതെല്ലാം ചെയ്യേണ്ടത് വൈകുന്നേരങ്ങളിലാണ് കേട്ടോ. ഈ സൂഡോമോണസ് യൂസ് ചെയ്യേണ്ടതെല്ലാം ഉച്ചയ്ക്ക് നല്ല വെയിലൊക്കെ താഴ്ന്നതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാവൂ. അപ്പോൾ നമ്മുടെ ചെടിയിലൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തു. എല്ലാം നന്നായിട്ട് പാർന്ന് പോകുന്നുണ്ട്. ഇനി നമ്മൾ ഇതിനെ കൊണ്ടുവന്ന് ബാൽക്കണിയിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും. എല്ലാ ചെടികളും ഞാൻ മാറ്റി നമ്മുടെ സിറ്റൗട്ടിലോട്ട് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് അവിടേക്ക് ഒന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഈ യെല്ലോ പൂവൊന്നും ഞാൻ കട്ട് ചെയ്ത് വിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒന്നും കൂടെ അതിൻ്റെ വളർച്ച എത്ര ഉണ്ടെന്ന് നോക്കണം. എന്നിട്ട് ഞാൻ കട്ട് ചെയ്ത് കളയും. പിന്നെ ഇതിനെ പൂവിടാൻ ഇപ്പോഴൊന്നും അനുവദിക്കില്ല. ഈ ഒരൊറ്റ പൂവിടാൻ മാത്രമേ ഞാൻ അനുവദിക്കൂ. പിന്നെ നമ്മുടെ പിച്ചിയും 10 മണി ചെടിയുണ്ട് മാറ്റി നടാൻ. പിന്നെ നമ്മുടെ മണി പ്ലാന്റും ഉണ്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ അത് നെക്സ്റ്റ് ടൈം ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.